Good morning. Good morning, ma'am. Morning. Morning, ma'am. Good morning, ma'am. Good morning. Morning. Prayer എല്ലാം കഴിഞ്ഞിരുന്നോ? ഇല്ല, prayer കഴിഞ്ഞില്ല. Okay, you can start. God, I need you. Every day, every moment, every second, as long as I am breathing. I need you. I cannot face this world alone. Oh, God, you are the only reason I have made it this far. I pray that you will never let go of my heart. In the year 2026, each word has been good to you. Amen. Ma'am, sign in. Good morning, everyone. Welcome to our today's class. Let's open our minds and hearts to new ideas as we come together to learn new facts and share knowledge. I would like to warmly welcome our facilitator Disha ma'am and all my dear friends. Let us take advantage of this opportunity to grow and learn together. Thank you. Ma'am, thought of the day. Yes, please. Quoting the words of William Arthur Ward, the good teacher explains, the superior teacher demonstrates, the great teacher inspires. ഓക്കെ, ഫ്രൈഡേ എനിക്ക് ക്ലാസ് എടുക്കാൻ വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസം എടുത്തത്. സോ ആക്ച്വലി എൻ്റെ വോയിസ് അത്ര നന്നായിട്ടിരിക്കുകയില്ല, നല്ല ബുദ്ധിമുട്ടിരിക്കുകയാണ്. സോ ഐ നീഡ് യുവർ സപ്പോർട്ട്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? PFA, റൈറ്റ്? മാം അതെ, നമ്മുടെ ഹൈജീൻ്റെ ഇല്ലേ സ്റ്റെപ്സ്, 7 സ്റ്റെപ്സ്, അത് മാമിനെയാണോ കാണിക്കണ്ടേ? അങ്ങനെ കാണിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പ്രിയ, നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് അത് കാണിക്കണത്. ചെയ്തിട്ടുണ്ട്. You can please. തല തിരിഞ്ഞാണോ? It's no problem, chat പേപ്പറിലാണ്. ഓക്കെ, ഫൈൻ. നീരുണ്ടോ? മിററാണല്ലേ കാണണേ? ഓ ഇല്ല, കറക്റ്റ് തന്നെയാ, നമുക്ക് റീഡബിൾ ആണ്. ചാർട്ടാ ചെയ്തിരിക്കണേ, മതിയോ ടീച്ചർ? സൂക്ഷിക്കണമെന്നേ ഉള്ളൂ, കാരണം അതിന്റെ എഡ്ജസ് ഒക്കെ ഇങ്ങനെ മടങ്ങി പോകാനുള്ള ചാൻസസ് ഉണ്ടല്ലോ, അപ്പൊ അത് സൂക്ഷിച്ച് സെക്യൂർ ചെയ്ത് വെക്കുക. ABCD ചാർട്ട് പ്രസന്റേഷൻ കഴിഞ്ഞു. ABCD ചാർട്ട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ മിസ്മാരെങ്കിലും? പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് 3 ക്ലാസ്സിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അറിയില്ല. ക്ലാസ് കണ്ടു വരുന്നേ ഉള്ളൂ. മിസ്സേ അപർണ മിസ്സിന്റെ ക്ലാസ്സില് പ്രസന്റ് ചെയ്തായിരുന്നു. ആണോ? ഓക്കെ. മിസ്സിന് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ പ്രസന്റ് ചെയ്യാത്തവർ പറയൂ, മിസ് പറഞ്ഞോളൂ കാണിക്കാൻ, കേട്ടോ? ഓക്കെ, നമ്മള് PF ആയിരുന്നു പറഞ്ഞോണ്ടിരുന്നത് അല്ലേ? 7 times. It involves the following 7 times. യെസ്, നമ്മൾ PFയുടെ 7 തീംസ് ആണ് പറഞ്ഞത്. നോട്ട് പേജ് നമ്പർ എക്സ്ട്രാ ഒരു ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. PFA എന്ന് പറഞ്ഞ PDF ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ, 28 pages ഐ തിങ്ക്. നമ്മൾ PFയുടെ 7 തീംസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു.
മിസ് 4 പോയിന്റ് പറഞ്ഞായിരുന്നു. ഓക്കെ ഫൈൻ. നമുക്കറിയാം നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡൂസ് ആൻഡ് ഡോൺസ് വരെ ഉണ്ട്. അത് കൂടാതെ PFA പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് ആണ്. അതായത് നമ്മൾ അവരുടെ കൂടെ പേജ് നമ്പർ ഒന്ന് പറയാമോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിത് നമ്മുടെ PDF-ലുള്ള ഒന്നുമല്ല. എന്റെ എക്സ്ട്രാ ഒരു ടോപ്പിക് നിങ്ങൾക്ക് തരുന്നതാണ്. കാരണം ഇത് റെലവെന്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ്. അതായത് നമുക്ക് സെൽഫ് ഹീൽ ചെയ്യാനും നമ്മളെ തന്നെ ഹീൽ ചെയ്യാനും മറ്റുള്ളവരെ, അതായത് വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ ഹീൽ ചെയ്യാനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് 28 പേജ് വരുന്ന ഒരു PDF നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ? കിട്ടി മിസ്. യെസ്. അതൊന്ന് ക്ലാസ് റൂമിൽ പോയി നോക്കുവോ? അല്ലെങ്കിൽ ആരെങ്കിലും അതെടുത്ത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാമോ? ഫോർ ഈസ് ഓഫ് ആക്സസ്. ഓക്കെ ഫൈൻ. സോ നമുക്ക് യെസ്, ഐശ്വര്യ എന്തെങ്കിലും പറയാനാണോ? ഓക്കെ. സോ നമ്മൾ പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ എംപത്തറ്റിക് ആയിരിക്കണം. പക്ഷെ എന്ന് കരുതിയിട്ട് അവർ പറയുന്നത് കേട്ട് അങ്ങനെ ഈ കരയല്ല വേണ്ടത്. നമ്മൾ അവര് നമ്മളോട് പറയുന്നത് ഒരു ആശ്വാസം കിട്ടാനായിരിക്കും. അപ്പൊ നമ്മളും കിടന്ന് കരഞ്ഞ അവസാനം അവരെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥ വരരുത്. പിന്നെ അവരുടെ നീഡ്സും കൺസേൺസും നമ്മൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. ഏതാണ് ആദ്യം പ്രൊവൈഡ് ചെയ്യേണ്ടത്? അതിന് വേണ്ടിയിട്ടാണ് നീഡ്സും കൺസേൺസും അസസ് ചെയ്യുന്നത്. ബേസിക് നീഡ്സ് ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്യുക, അതാണ് പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത്. നീഡ്സിലെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഡെഫിനറ്റ്ലി ചിലപ്പോൾ മെഡിസിൻസ് കൊടുക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവും. ചില ആളുകൾ ചിലപ്പോൾ ക്രോണിക് ആയിട്ട് എന്തെങ്കിലും കണ്ടീഷൻസ് ആയിട്ട് സഫർ ചെയ്യുന്നവരുണ്ടാവും. ഡയബറ്റിക്, തൈറോയിഡ്, അങ്ങനെ പ്രഷർ, ഷുഗർ, അങ്ങനെ പല പല ക്രോണിക് കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് സഫർ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും. അവർക്ക് ബേസിക് നീഡ്സ് എന്താണെന്ന് വെച്ചാൽ ആദ്യം പ്രൊവൈഡ് ചെയ്യുക. ഫുഡ്, വാട്ടർ, ഇൻഫർമേഷൻ, മെഡിസിൻ, ഷെൽട്ടർ ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവരുടെ എല്ലാ ഏർണിങ്സും അവരുടെ ഷെൽട്ടറും ഒക്കെ നശിച്ചു പോയിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റീസിൽ, ലൈക്ക് വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പൊ അതൊക്കെ തിരിച്ച് എടുക്കാനായിട്ട് കിട്ടാനായിട്ട് എന്തൊക്കെയാണ്, അതിൻ്റെതായ ഒരു മാർഗങ്ങൾ ഉണ്ടാവുമല്ലോ. അതോറിറ്റീസിനെയൊക്കെ മീറ്റ് ചെയ്ത് അങ്ങനത്തെ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് നമ്മള് തേർഡ് തീമായിട്ട് പറഞ്ഞത്, ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്. നെക്സ്റ്റ്, അവരെ കേൾക്കുക. അതെന്ന് ഹൃദയം കൊണ്ട് കേൾക്കണം. നമ്മൾ ഒരിക്കലും അവരെ പ്രഷറൈസ് ചെയ്യരുത്, സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രഷറൈസ് ചെയ്യരുത്. ഓക്കെ. അപ്പോ കേൾക്കുക. അവര് ടൈംസ് ഞാനൊക്കെ ഇങ്ങനെ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ത്രൂ ഫോൺ ഇങ്ങനെ ആളുകൾ ഫോണിൽ വിളിക്കുകയായിരുന്നു. നമ്മൾ ഫോൺ എടുത്ത് ഹലോ പറയുമ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അവിടെ ആളുണ്ടെന്ന് അറിയാം, കാരണം കോൾ കട്ട് ചെയ്യുന്നില്ല അവര്. നമ്മൾ നിർബന്ധിക്കുന്നില്ല, സമാധാനമായിരിക്കൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ പറയും. എന്നിട്ടും യാതൊരു റെസ്പോൺസും അവിടെ നിന്ന് ഉണ്ടാവില്ല. അപ്പൊ നമ്മള് പതുക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കും, ഇടയ്ക്ക് വെള്ളം കുടിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പറയും. കാഷ്വലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ടും അവരുടെ റെസ്പോൺസ് ഒന്നും ഉണ്ടാവാതിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പേര് പറയും. പേര് പറഞ്ഞിട്ട് എന്റെ പേര് ഇതാണ്, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എപ്പോ സമാധാനമായിട്ട് സംസാരിച്ചിരിക്കുന്നതിന് പറയും. അപ്പൊ ഒരു മേ ബി ചിലപ്പോൾ ഹാഫ് ഒക്കെ നമ്മൾ അങ്ങനെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട വരും. അതാണ് നമ്മൾ ക്വാളിറ്റി ടൈം അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമ്മൾ PFA പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ റെസ്റ്റ്ലെസ് പോവാണെങ്കിൽ, ഐ ഹാവ് അറ്റൻഡഡ് എ വർഷം റിലേറ്റഡ് ടു PFA. വെരി ഗുഡ് അനു, ക്യാൻ യു ഷെയർ? മാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇറ്റ് വാസ് എ 5 day വർക്ക്ഷോപ്പ്. സോ അതിലും ആദ്യം നമുക്ക് ആദ്യം ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലായിരിക്കും അവർ വരിക. അപ്പൊ നമ്മൾ അവരെ തിരിച്ച് പാരാസിമ്പത്തിക് നെർവസ് സിസ്റ്റത്തിലോട്ട് മാറ്റണം. അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ എല്ലാം ഒന്ന് നോർമൽ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് പേഷ്യൻസ് എന്നുള്ളത് വളരെ അത്യാവശ്യം. മനസ്സിലായി. ഈ ടേംസ് ഒരുപക്ഷെ എനിക്ക് മനസ്സിലാവും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. ഒന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമോ?
സിമ്പത്തറ്റിക് ആൻഡ് പാരാ. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നമ്മുടെ മുന്നിൽ ഒരു ആനേനെ കണ്ടു എന്ന് വിചാരിക്കുക. നമ്മൾ ആനേനെ കാണുന്ന സമയത്ത് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ഹേർട്ട് ബീറ്റ് കൂടും, നമ്മുടെ കണ്ണിങ്ങനെ കുറച്ചും കൂടെ തുറിച്ച് വരും, അതേപോലെ തന്നെ നമ്മുടെ കൈയും കാലും ഒക്കെ ഭയങ്കര വീക്ക് ആവും. ആ ഒരു ഇതിനെയാണ് നമ്മൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയാം. അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ പിന്നെ എഗെയിൻ നോർമൽ ആവും. നമ്മുടെ ഹേർട്ട് ബീറ്റ് നോർമൽ ആവും, നമ്മുടെ കണ്ണിൻ്റെത് നോർമൽ ആവും, നമ്മുടെ ബോഡി ആ വീക്ക്നെസ്സിൽ നിന്ന് മാറി ഒരു നോർമൽ ഇതിലോട്ട് എത്തും. അതിനെയാണ് പാരാസിമ്പത്തറ്റിക് എന്ന് പറയാം. സോ ഒരാൾ നമ്മുടെ അടുത്ത് ഇഷ്യൂ ആയിട്ട് വരുന്ന സമയത്ത് അവർ മിക്കവാറും ആ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലായിരിക്കും ഉണ്ടാവുക. അവരുടെ ഹേർട്ട് റേറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ പൾസ് ആണെങ്കിലും എല്ലാം കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആദ്യം അവരെ ഒന്ന് ശാന്തമാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. സിമ്പത്തറ്റിക് എന്നുള്ളതിൽ നിന്നും പാരാസിമ്പത്തറ്റിക്കിലോട്ട് ആ വ്യക്തിയെ ആദ്യം മാറ്റണം. അതിനുശേഷം ഒന്നും ചോദിക്കേണ്ട അവരോട്, ആദ്യം കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക. എന്നിട്ട് അവരിപ്പോ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് ആ സിറ്റുവേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം അവരോട് ചോദിക്കരുത്. അതല്ലാതെ അതുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. നമ്മൾ ആ ചോദിക്കുമ്പോൾ അവർ കുറച്ചൊന്ന് കാമാവും. അതിന് ആൻസർ ചിലപ്പോൾ ചിലർ ആൻസർ ചെയ്യില്ല, ചിലർ ആൻസർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്ത് അവർ ആൻസർ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്ത് അതുമായി ഇതാക്കുക. അതേപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അവർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കരുത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ആദ്യം. അവർ ആ ക്വസ്റ്റ്യന് യെസ് നോ എന്നൊക്കെ ഉത്തരം പറഞ്ഞ് അവരൊന്ന് നോർമൽ ആയി കഴിഞ്ഞ ശേഷം അവർ തനിയെ അവര് തന്നെ സംസാരിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ എത്തും. അതുവരെ വെയിറ്റ് ചെയ്യുക, അവർ തന്നെ സംസാരിക്കാൻ തുടങ്ങട്ടെ. അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ അതിന്റെ ഇടയിൽ കയറി ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക പരമാവധി. നമുക്ക് ചിലപ്പോൾ കുറെ സംശയങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറെ ഇന്ററപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് വരും. എന്നാലും അവരെ ഇന്ററപ്റ്റ് ചെയ്യരുത്. അവർ പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കുക. പൂർണ്ണമായും കേട്ട് കഴിഞ്ഞിട്ട് ആ സിറ്റുവേഷനിൽ അവരോട് ചോദിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കി നമുക്ക് അവരെ ക്യൂർ ചെയ്യാനായിട്ട് ചോദിക്കേണ്ടതാണ് എന്നുള്ള അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ആ സമയത്ത് അവരോട് ചോദിക്കാം. അതേപോലെ തന്നെ ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ അവർ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രീ ജഡ്ജ്മെന്റൽ ആവാതിരിക്കുക. ഓ അങ്ങനെയാണല്ലേ, അതുകൊണ്ടായിരിക്കും അവനെ പ്രശ്നം വന്നത് എന്ന് പറഞ്ഞ് പ്രീ ജഡ്ജ്മെന്റൽ ആവാതെ അവർ പറയുന്നത് നമ്മളത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു മാം. അതൊരു 5 day ക്ലാസ് ആയിരുന്നു, ഇങ്ങനെ കുറെ ഉണ്ടായിരുന്നു. വെരി ഗുഡ്. ഏകദേശം PFAയുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് തന്നെയാണ് PFA നമ്മൾ ആ ഹീലിംഗ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഞാൻ ഡയറക്റ്റും ഫോൺ കോളും അങ്ങനെയായിരുന്നു നമ്മൾക്ക് ആ ഒരു ഏജൻസിയുടെ ബീഫ്രണ്ടിങ് സെന്റർ ആയിരുന്നു, ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിസൺ ഒക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടായിരിക്കും കോൾ ചെയ്യുന്നത്. ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്കിതൊന്നും ഒരാളെ അറിയിക്കണം എന്ന് പറഞ്ഞ് അവർ വിളിക്കും. അപ്പൊ നമുക്കറിയില്ല എവിടെ നിന്നാണ് അവർ വിളിക്കുന്നത്, അവരുടെ കയ്യിൽ പോയിസൺ ഉണ്ടോ എന്ന് പോലും ചിലപ്പോൾ അറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ അനു പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവരെ ഇങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിച്ച് ഡീവിയേറ്റ് ചെയ്യിക്കും. അപ്പൊ ചിലപ്പം ജീവിതത്തോട് ചെറിയൊരു കൊതി ഉണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി നമ്മളിങ്ങനെ ചോദിച്ച് അവരെ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ അടുത്ത ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഞങ്ങൾ വിളിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ച് അപ്പൊ ചിലപ്പോൾ അവരങ്ങോട്ട് കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ആകും. അവർ പോയിസൺ മാറ്റി വെച്ചിട്ട് ആരുടെയെങ്കിലും നമ്പർ തരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ മതി കേൾക്കാൻ നമ്മൾ അവരവരുടെ കുറേ കാര്യങ്ങളെല്ലാം പറയും. ഓക്കെ, അപ്പം കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ആക്റ്റീവ് ലിസണിങ് ആണ്. കേൾക്കുക, ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. ചില സമയത്ത് ഇങ്ങനെ 1/2 hour 45 minutes ഒക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവര് തന്നെ കോള് കട്ട് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിക്കും, കാരണം അവർ പ്രിപ്പയർഡ് അല്ല. പിന്നെ ചില ആളുകള് വിളിച്ചിട്ട് ചിലപ്പോൾ ചില ലേഡീസിന് ജെൻസിനോടായിരിക്കും സംസാരിക്കാൻ താല്പര്യം. ചിലർക്ക് ജെൻസ് വിളിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ലേഡീസിനോടായിരിക്കും സംസാരിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ സെയിം സെക്സിനോട് ഒരേ തന്നെ. ഇപ്പം ജെൻസിനോടും ലേഡീസിനോടായിരിക്കും ചിലപ്പോൾ കംഫർട്ടബിൾ. ഡിപ്പെൻസ്, അവരുടെ മാനസികമായിട്ടുള്ള ആ രീതിക്ക് അനുസരിച്ചിട്ട് ഡിപ്പെൻസ്. ഓക്കെ, ചിലപ്പോൾ ചിലര് നേരത്തെ സംസാരിച്ചിട്ടുള്ള, നമ്മള് ശരിക്കും പറഞ്ഞ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി അങ്ങനെ വ്യക്തമാക്കാറില്ല, ഹൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് തന്നെ പറയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേര് പറയാം എന്നിങ്ങനെ പറയും. ഞങ്ങൾ പലപ്പോഴും വേറെ ആരുടെങ്കിലും പേര് അങ്ങനെയാണ് പറയാറ്. കാരണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവർ അന്വേഷിച്ച് വരുമോ, അങ്ങനെയൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ അവര് ചിലപ്പോ നേരത്തെ ഇന്ന ആളോട് സംസാരിച്ചു, എനിക്ക് അയാളോട് തന്നെ സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തികളൊക്കെ ഉണ്ട്. ഓക്കെ, കംഫർട്ട് ചെയ്യിക്കുക, അവരെ കാമാക്കുക, അതൊക്കെ തന്നെ അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ ഇൻഫർമേഷൻ സർവീസസ്. എന്റെ ശബ്ദം വളരെ മോശമാണ്, പക്ഷെ വേറൊരു മാർഗമില്ലാത്തവരെയും ക്ലാസ് എടുക്കാനുണ്ട്, കാരണം അടുത്ത ഒരു 3 days ഞാൻ ലീവ് ആയിരിക്കും. സർവീസസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട്, അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം.
നമ്മളുടെ ഐഡന്റിറ്റി തന്നെ നമ്മുടെ പോസിറ്റീവ്നെസ് ഒക്കെ നമ്മുടെ ശബ്ദമാകുമ്പോൾ ആ ശബ്ദം മാറുമ്പോൾ ആകെ ഒരു വിഷമം. ഓക്കെ, സോ ആളുകളെ ഫർദർ ഹാമിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് 7 തീംസ് ആണ്. പ്രൊട്ടക്ട് ചെയ്യാന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൺസ് വന്നു അവരെ കേട്ടു, നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെയല്ല, ഫോളോ അപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കെയറും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അത് പിന്നെ അവരെ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക. കാരണം ഇപ്പോ അബ്യൂസ് ഒക്കെ നേരിട്ടിരിക്കുന്ന കുട്ടികളായാലും സ്ത്രീകളാണെങ്കിലും അവരെ തന്നെയായാലും അബ്യൂസ് നേരിട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ നല്ല പ്രൊട്ടക്റ്റ്, അവർക്ക് സെക്യൂർ ആയ നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റുക. അപ്പൊ അവരെ കൂടുതൽ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കണം. കാരണം ചില കേസസിൽ മീഡിയാസിന്റെ കടന്നുകയറ്റം പറ്റും. അതിൽ നിന്നെല്ലാം അവരെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് PFAയുടെ 7 തീംസ്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രീറ്റ്മെന്റ് അല്ല, ഇതൊരു കൗൺസിലിംഗ് അല്ല, അതുപോലെ തന്നെ ആളുകളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തെടുക്കുമല്ല, സർവേ പോലെ കളക്ട് ചെയ്യൊന്നുമല്ല. ആ ഒരു മൊമെന്റിൽ നമ്മൾ അവരെ കേൾക്കുന്നു, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ അവർക്ക് വേണ്ടുന്ന നീഡ്സ്, ഫർദർ സപ്പോർട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിനാ നമ്മുടെ സ്റ്റഡി പർപ്പസ്, ആ രീതിയിലുള്ളതൊന്നും അല്ല. പിന്നെ ഇതൊരു ഡയഗ്നോസ് ചെയ്യുന്ന രോഗം ഡയഗ്നോസ് ചെയ്ത് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന രീതിയിലൊന്നുമല്ല. പിന്നെ ഇതൊരു പ്രൊഫഷണൽ ജോബ് അല്ല. വോളണ്ടിയർ ആയിട്ട് ആളുകൾ സർവീസ് മനോഭാവത്തോടുകൂടി, സേവന മനോഭാവത്തോടുകൂടി ആളുകൾ ചെയ്യുന്ന കാര്യമാണ് PFA എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊരു അസുഖത്തിനും ലോങ് ടേം റിക്കവറിക്ക് നമ്മൾ അതിനനുസരിച്ച് മെഡിസിൻസ് ഫോളോ ചെയ്യും, അതിനനുസരിച്ചുള്ള ഡയറ്റ് ഫോളോ ചെയ്യും, അതിനനുസരിച്ചുള്ള ഒരു റൊട്ടീൻ ഫോളോ ചെയ്യും, അതിനനുസരിച്ച് എന്തെങ്കിലും എക്സസൈസുകൾ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നറിയാം. അതുപോലെ തന്നെ PFA പ്രൊവൈഡ് ചെയ്യുമ്പോൾ ലോങ് ടേം റിക്കവറിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, അവരെ നല്ല സേഫ് കാം ആക്കുക. ചില ആളുകൾ ഒറ്റപ്പെട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ അവരുടെ റിലേറ്റീവ്സോ അവർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സോ അവർക്ക് വളരെ കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യിച്ചിരിക്കുക. ലോൺലിനെസ് എന്നുള്ള ഫീല്, ഒറ്റയ്ക്കാണെന്നുള്ള ഫീല് അവർക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പലപ്പോഴും സ്വന്തം കാര്യം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നവരായിരിക്കാം ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു, അല്ലാതെ തളർന്നു പോകുന്നു. അവരെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ കപ്പാസിറ്റി, അവർക്ക് അങ്ങനെ ഒരു സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നവരെ വീണ്ടും തിരിച്ചറിയിപ്പിക്കുക. ആ ഒരു ഫീല് അവർക്ക് വരണം. അങ്ങനെ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ അവരെ എപ്പോഴും സപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്യും. സപ്പോർട്ട് അവർക്ക് ഇങ്ങനെ പല സപ്പോർട്ട് കിട്ടാനുണ്ട്. അപ്പൊ അതെങ്ങനെ കിട്ടും, അതിന് വേണ്ടിയിട്ട് അത് ഈസ് ഓഫ് സപ്പോർട്ട് അത് എത്രയും പെട്ടെന്ന് അവർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതുപോലെ ഇതുപോലെ സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട് വേണ്ടുന്ന ആളുകൾ പലപ്പോഴും ഈ ലൈഫ് ത്രെറ്റനിങ് ഇഞ്ചുറീസ്, ജീവൻ അപകടത്തിലാകുന്ന രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ അതായത് ഇപ്പൊ ചിലപ്പോ നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ട് തന്നെ മുറിച്ചു മാറ്റേണ്ടതായിട്ടുള്ള അവസ്ഥ, കാലോ കയ്യോ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ പോകുമ്പോഴേക്കും ആളുകൾ ഭയങ്കര ഡൗൺ ആയി പോകും അല്ലെ. ഇനി ജീവിക്കേ വേണ്ട എന്നുള്ള തോന്നലൊക്കെ അവർക്ക് വരും, സൂയിസൈഡ് ടെൻഡൻസി വരും. അങ്ങനെയുള്ളവർക്കൊക്കെ PFA ആവശ്യമാണ്, സൈക്കോളജിക്കൽ സപ്പോർട്ട് ആവശ്യമാണ്. ഞാനൊരു കോഴ്സ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ആ കോഴ്സ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന്റെ ഒരു CEO ഉണ്ട്. ചിലർക്കൊക്കെ അറിയായിരിക്കും, കോട്ടയത്തുള്ളതാണ്, പുതുപ്പള്ളി. അനീഷ് മോഹൻ എന്നാണ് സാറിന്റെ പേര്. സാർ ഒരു ട്രെയിനറാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ കാർപ്പൻറ്റർ ആയിരുന്നു. അച്ഛന്റെ കൂടെ നിന്ന് നല്ല ഭംഗിയായിട്ട് അദ്ദേഹം കാർപ്പൻറ്ററി ഒക്കെ ചെയ്യുമായിരുന്നു പഠിക്കുന്ന സമയത്ത്. പോളിടെക്നിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ആയിരുന്നു ചെയ്തത്. അത് മെക്കാനിക്കൽ ആയിട്ടുള്ള ജോലിയാണല്ലോ. വളരെ ആഗ്രഹമായിരുന്നു ISROയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇൻസ്ട്രുമെന്റേഷന്റെ കോഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ISROന്ന് ഇന്റർവ്യൂവിനുള്ള കോൾ ലെറ്റർ വന്നു. ട്രിവാൻഡ്രം വരെ പോകണമല്ലോ. അതിന് വേണ്ടിയിട്ട് രാവിലെ ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓടിയതാണ്. നേരെ പ്ലാറ്റ്ഫോമിലൂടെ കിടക്കുന്നതിന് പകരം വൈകണ്ടല്ലോ എന്ന് വിചാരിച്ച് റെയിൽവേ ക്രോസ് ചെയ്ത് ഓടി. അപ്പൊ മേ ബി പ്ലാറ്റ്ഫോമിന്റെ ഔട്ടറിലുള്ള ഏതെങ്കിലും റെയിൽവേ ക്രോസ് ആയിരിക്കും അദ്ദേഹം ക്രോസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കാലില്
എന്തോ പറ്റിയിട്ട് ക്രേപ്പ് ബാൻഡേജ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. ബാൻഡേജ് കണ്ട് ലൂസായിട്ട് അതിന്റെ അറ്റം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അത് പാളത്തിൽ എവിടെയോ ഉടക്കി നല്ല സ്പീഡിൽ ഓടുവാണല്ലോ. ഇത് ഉടക്കി കഴിഞ്ഞപ്പോ മുന്നോട്ട് ഓടാൻ നോക്കിയപ്പോഴേക്കും മലർന്നടിച്ച് തലയടിച്ച് ആള് വീണു. ആ വീഴ്ചയില് ബോധം പോയി. പിന്നെ അദ്ദേഹം എണീക്കുമ്പോൾ കാണുന്നത് ഹോസ്പിറ്റലിലാണ്, കോട്ടയം മെഡിക്കൽ കോളേജില്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഗം 3ആയിട്ട് മുറിഞ്ഞു. അതായത് ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ വെച്ച് മുറിഞ്ഞു, ലെഫ്റ്റ് ലെഗും മുട്ടിന്റെ അവിടെ വെച്ച് മുറിഞ്ഞു, റൈറ്റ് ഹാൻഡും ഇവിടെ വെച്ച് മുറിഞ്ഞു. അപ്പൊ റൈറ്റ് ഹാൻഡ് ഡാമേജ് ആയി, ലെഫ്റ്റ് ഹാൻഡ് ഡാമേജ് ആയില്ല. അതുകൊണ്ട് അത് തുന്നിച്ചേർക്കാൻ പറ്റി. പക്ഷെ ഇങ്ങനെ ഇരിക്കുള്ളൂ കൈ, അതിങ്ങനെ മടങ്ങില്ല ശരിയായിട്ട്. റൈറ്റ് ഹാൻഡ് അദ്ദേഹം ആംപ്യൂട്ടഡ് ആയിട്ടുള്ള പാം വെച്ചു, ലെഫ്റ്റ് ലെഗ് ആംപ്യൂട്ടഡ് ലെഗും വെച്ചു. ഏകദേശം 20-21 വയസ്സ് ആ ഒരു പ്രായം. നല്ല വേദനയും, ഇങ്ങനെ മുറിഞ്ഞു പോയില്ലേ, നല്ല വേദനയും. ആംപ്യൂട്ടഡ് ഒക്കെ വെക്കുന്നതിന് മുമ്പ് അദ്ദേഹം അമ്മോട് പറഞ്ഞു, ഇത്രയും പെട്ടെന്ന് എനിക്ക് മേഴ്സിക്കില്ലേ ദയാവധം വാങ്ങിച്ചു തരണം, എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അമ്മ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് നിന്നെ കാണണം, അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന് ജീവിക്കുന്ന നല്ലൊരു ആഗ്രഹമില്ല. അമ്മ കാണാതെ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക ഇങ്ങനെ വായിലിട്ട് വിഴുങ്ങാൻ ശ്രമിച്ചു. ശ്വാസനാളത്തിൽ ഇങ്ങനെ പോയിട്ട് അത് ബ്ലോക്ക് ആവുമല്ലോ, ഫുഡ് പൈപ്പിലും ഒക്കെ പോയിട്ട് ബ്ലോക്കായി. അങ്ങനെ ശ്വാസം മരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ശ്രമിച്ചു. അമ്മയുടെ ആ ഒരു ഇത് കാരണം അദ്ദേഹം വിചാരിച്ചു, എന്നാ ശരി ഞാൻ ഇതിൽ നിന്ന് മുന്നോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ പിന്നെ മനസ്സിൽ വിചാരിക്കുക, കാരണം ഇങ്ങനെ കൈയും കാലും ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭിക്ഷക്കാരനായി പോവും, അങ്ങനെയുള്ള ജോലിയൊന്നും ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ. അച്ഛനെ പോലെ കാർപ്പൻറ്റർ ആകാൻ പറ്റില്ല, ഇൻസ്ട്രുമെന്റേഷൻ ആണ് പഠിച്ചത്, കൈ എന്തായാലും വേണം, ആ ജോലിയും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം ആംപ്യൂട്ടഡ് വെച്ചതിന് ശേഷം അത് എല്ലാ വർഷവും മാറ്റണം. ആ ആംപ്യൂട്ടഡ് ലെഗും ആ ഹാൻഡ് ആമും 1.5 ലക്ഷത്തിന് മുകളിലാവും വർഷം. അങ്ങനെ ഇദ്ദേഹം ജോലി വേണം, എന്തായാലും ഞാനൊരു ജോലി കണ്ടെത്തും, അങ്ങനെയുള്ള രീതിയിൽ PSC എഴുതി. അർപ്പൂർ പഞ്ചായത്തില് പഞ്ചായത്തില് UD ക്ലർക്കായിട്ട് കിട്ടി. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ സ്ഥലം ഇവിടെ ഇല്ല എന്ന്. കാരണം ഭയങ്കര ശ്വാസം മുട്ട് അവിടെ ഈ ഫയലുകൾക്കിടയിൽ ഇരുന്നിട്ട് റിസൈൻ ചെയ്തു. കാരണം ആ ചാൻസ് വേറൊരാൾക്ക് കിട്ടുമല്ലോ. റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് അദ്ദേഹം തുടങ്ങിയതാണ് ഹഗ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ കരിയറിന്റെ മെന്റേഴ്സ്, കൗൺസിലേഴ്സ്, കോച്ച്, ഗുരു അങ്ങനെയൊക്കെയുള്ള കൗൺസിലിങ്ങിന്റെ ക്ലാസ്സസ് എടുക്കുകയാണ്. ഞാൻ അതിന്റെ ബേസിക് കോഴ്സാണ് ഞാൻ ചെയ്തത്, കരിയർ മെന്റർ എന്നുള്ളത്. നല്ല രീതിയിൽ അവർ കോഴ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പൊ സാർ ഇപ്പോ പറയുവാണ്, ഏകദേശം 20 പേർക്ക് സാലറി കൊടുക്കുന്നുണ്ട് സാർ. ആ പഞ്ചായത്തിൽ ഇരുന്നിരുന്നെങ്കിൽ, അന്ന് സൂയിസൈഡ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും മാറ്റങ്ങൾ, ഇത്രയും അവാർഡും കിട്ടിയിട്ടുണ്ട്, ഇത്രയും മാറ്റങ്ങളൊന്നും വരുത്താൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. സൊസൈറ്റിയിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സൊസൈറ്റിക്ക്. ഓക്കെ, സോ ഇതുപോലെ ലൈഫ് ത്രെറ്റനിങ് ഇഞ്ചുറി എന്റെ മനസ്സിലും വന്നു, സൂയിസൈഡ് ചെയ്യണം എന്നൊരു തോന്നൽ. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കൈയൊന്ന് മുറിഞ്ഞാൽ തന്നെ ഭയങ്കര വിഷമമാണ്. ഇത് കൈ മുഴുവനായിട്ട് അറ്റുപോയി, കാലും പോയി, അതൊരു കൈയല്ല 2 കൈ അറ്റുപോയി. അങ്ങനെ വന്നപ്പോ ഒരു മനുഷ്യന്റെ അവസ്ഥ. പക്ഷെ വളരെ പോസിറ്റീവായിട്ട് മനുഷ്യൻ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പോസിറ്റീവായിട്ട് ഒരു വ്യക്തി. മാരേജ് കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട് 6 വയസ്സിൽ. ഓക്കെ, വളരെ ഹാപ്പി ആയിട്ട് അദ്ദേഹം തോന്നുന്നു. അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന ഒരു വൈഫ്. അവർ പറഞ്ഞത്, സാറിന്റെ കുറവുകളേക്കാൾ കഴിവുകളാണ് ആൾക്ക് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് ആ മാരേജ്. വീട്ടുകാരൊക്കെ എതിർത്തു, പക്ഷെ എന്നാലും ഇത് അറേഞ്ച് മാരേജ് തന്നെയായിരുന്നു. ഫേസ്ബുക്കിൽ കൊടുക്കുവോ അങ്ങനെ എന്തോ ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇഞ്ചുറീസ് ഒക്കെ വരുന്നവര് പലപ്പോഴും അവരങ്ങ് ഡൗൺ ആവും. എന്തിനാ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട വരില്ലേ, അതിന്റെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ സാർ അതിന്റെ കൂടെ പറയാണ്, ഈ കൈയും കാലൊക്കെ പോയില്ലേ, അതിന് ശേഷമാണ് സാറിന് ബസ്സിൽ കയറാൻ പറ്റില്ല. 2 പ്രാവശ്യം ബസ്സിൽ നടുപിടിച്ച് വീണു. കാരണം ബാലൻസ് കിട്ടില്ലല്ലോ. ബസ് സാധാരണ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പോകുന്ന പോലെയല്ലേ അതിന്റെ സ്പീഡ്. ബസ്സിൽ കയറാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പം സാറ് പിന്നെ കാറ് പഠിക്കാൻ വിചാരിച്ചു. അപ്പൊ കാറ് പഠിക്കേണ്ട രീതികളൊക്കെ അയാൾ മനസ്സിലാക്കി വെച്ചു. പക്ഷെ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ പഠിപ്പിക്കും, ആ ഒരു രീതിയിൽ
അവസാനം സാറിന്റെ നിർബന്ധത്തിൽ പഠിപ്പിച്ചു. പക്ഷെ ലൈസൻസ് എടുക്കാൻ ചെന്നപ്പോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുന്നില്ല. അങ്ങനെ പിന്നെ സ്പെഷ്യൽ റിക്വസ്റ്റ് ഒക്കെ വെച്ച് പെർമിഷൻ ഒക്കെ എടുത്ത് സാറ് ലൈസൻസ് എടുത്തു. സാർ പറയാണ് ഒരു ദീപാവലി സമയത്ത് സാറ് കുളിയൊക്കെ കഴിഞ്ഞ് നിന്നപ്പം വൈഫ് പുറത്തു നിന്ന് വിളക്കൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആളുടെ കരച്ചിൽ കേൾക്കുന്നു. ചെന്ന് നോക്കുമ്പോ ഈ വിളക്ക് ഇങ്ങനെ വെച്ച് ഡ്രസ്സിലേക്ക് അത് തീ കത്തിപ്പിടിച്ചു. അപ്പൊ തീ കത്തിപ്പിടിച്ചപ്പോ ഓടിയപ്പോ അത് ആളി പടർന്നു പിടിക്കാൻ തുടങ്ങി. സാറ് പറയാ ഈ കൈ വെച്ചുകൊണ്ട് അപ്പൊ തോന്നിയത് മണ്ണ് വാരി അറിയാൻ. അങ്ങനെ ആ രണ്ട് അങ്ങനെ ശരിക്കും നമ്മളെ പോലെ നടക്കാനോ നിർത്താനോ പറ്റാത്ത ഒരു കൈ കൃത്രിമമാണല്ലോ, അത് വെച്ചിട്ടാണ് ആള് മണ്ണ് വാരി എറിഞ്ഞത്. അങ്ങനെ തീ കിട്ടും. പക്ഷെ എന്നാലും കുറച്ച് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. സാറിനെ കാറെടുത്ത് ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അത് സാർ ഇങ്ങനെ ഷെയർ ചെയ്യുണ്ടായി. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും നമുക്കൊക്കെ എന്തൊക്കെയോ കുറവുകളുണ്ട്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റും എന്ന് തന്നെ നമ്മൾ ബ്ലെസ്ഡ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ബ്ലെസ്ഡ് ആണ്. ദിവസം ഒരു മൂന്ന് കാര്യങ്ങൾക്കെങ്കിലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രഷൻ ചെയ്യാം. കാരണം നമുക്കിത് എപ്പോഴും നമ്മൾ നമ്മുടെ കുറവുകൾ പറയുന്നു. എപ്പോഴും നമ്മൾ അഫർമേഷൻ പറയണം. ഇപ്പോ ഐശ്വര്യ ആ ഒരു പ്രേയറിൽ പറഞ്ഞത് ഫുൾ അഫർമേഷൻ ആയിരുന്നു അല്ലെ. നമ്മള് സോറി മാം, സ്ലോ ഇടയ്ക്ക് കട്ടായി പോകും. യുവർ സൈഡ് അത് എന്റെ സൈഡാണോ? മഴയൊക്കെ പെയ്തത് കാരണം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ അത് പറഞ്ഞത് അഫർമേഷൻ ആയിരുന്നു. നമ്മൾ എപ്പോഴും അഫർമേഷൻ പറയുമ്പോ നെഗറ്റീവ് പറയില്ല. ഐ കാണ്ട് എന്നുള്ളതിന് സ്ഥാനമില്ല നമ്മുടെ ലൈഫിൽ. ഇനി ഐ ക്യാൻ ആണ്. ഐ വിൽ പറയരുത്. ഐ വിൽ എന്നുള്ള ഫ്യൂച്ചർ ആണ്. നമ്മൾ പ്രസന്റ് ടെൻസി പറയുക, പ്രസന്റ് കണ്ടിന്യൂസി പറയുക. ഞാൻ ചെയ്യും, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പഠിച്ചുകൊണ്ട്, ഐ എം ലേണിംഗ്, ഐ എം ബിക്കമിങ് മൈ ബെസ്റ്റ്. അതൊക്കെ അങ്ങനെ അഫർമേഷൻ ആണ്. അപ്പൊ ആ രീതി പറയാം. അല്ലാണ്ട് ഐ വിൽ ലേൺ, ഞാൻ പഠിക്കും, അത് ഫ്യൂച്ചറാണ്, നടക്കുന്ന നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഐ വിൽ ബിക്കം അതും പറയരുത്. ഐ ബിക്കമിങ്, ഐ എം ലേണിംഗ്, I am finding myself, I am becoming better each and every day. നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ് ഐശ്വര്യ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. ഭയങ്കര സ്ലോ. വൈഫൈ കട്ടായി കിടക്കുവാണ്. ഇവിടെ എന്തോ പണി നടക്കുന്നതും കട്ടായി കിടക്കുക. ഫോണിലെ നെറ്റ് അതുകൊണ്ട് സ്ലോയാ ഭയങ്കര. ഓക്കെ, ശരിക്കും കറണ്ട് ഇല്ല പലയിടത്തും. എനിക്ക് ഇവിടെ 2-3 പ്രാവശ്യം കറണ്ട് വന്നത്. ഇവിടെയും എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യയുടെ വോയിസ് നല്ല ക്ലിയർ ആണ്. അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇതായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങള്. പിന്നെ പലപ്പോഴും ആളുകൾ അപ്സെറ്റ് ആവുന്നു. അവർക്ക് അവരെ തന്നെ ടേക്ക് കെയർ ചെയ്യാനും അവരുടെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാനും. ഒരു മിനിറ്റ്, ഞാൻ ബാറ്ററി ലാപ്ടോപ്പ് ഒന്ന് ചാർജ് ചെയ്യുന്നു, കണക്ട് ചെയ്യട്ടെ. കുറെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ PF പറയാനുണ്ട്. കാരണം കുറെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങള്, കുറെ കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങള്. കാരണം സൂയിസൈഡ് പ്രിവെൻഷൻ സെന്ററിൽ 4 വർഷം വോളണ്ടിയർ ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നു, സെർവ് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് കുറെ കാര്യങ്ങൾ കേട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു കുറെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രഗ്നന്റ് ഒരു പെൺകുട്ടി പ്രഗ്നൻസി ടൈമിൽ അതിന്റെ ഹസ്ബൻഡ് മരിച്ചു പറഞ്ഞിരുന്നോ? ഹസ്ബൻഡ് ആർമിയിലായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ജീവിക്കുമായിരുന്നു. കുട്ടി പ്രഗ്നന്റ് ആയി. അയാള് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി. ഏകദേശം ഫുൾ ടേം പ്രഗ്നൻസിയുടെ ഫുൾ ടേം 9 മന്ത് കവർ ആയപ്പോഴേക്കും എന്തോ ഇഷ്യൂല് ഹസ്ബൻഡ് മരണപ്പെട്ടു. കുട്ടിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ഇതിങ്ങനെ ഭയങ്കര ഡള്ളായിട്ട് തന്നെ ഇരിക്കുക, ഒരു കാര്യം ചെയ്യില്ല, പ്രോപ്പറായിട്ട് കുളിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയില്. അപ്പൊ അമ്മമാര് പൊതുവെ വഴക്ക് പറയുവാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം അമ്മമാർക്ക് അവരും ആകെ ഡൗൺ ആയി പോകും, എന്താ ചെയ്യണമെന്ന് അറിയാതെ. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. ഒരു കുട്ടി ഉണ്ടായി, മോള് തോന്നുന്നു. കുട്ടീനെ അവരിന്റെ വീടിനടുത്തുള്ളൊരു മേഡം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഒരു കുട്ടിയുണ്ട്, വന്ന് കാണാൻ പറ്റുമോ, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അത്
സംസാരിക്കുന്നില്ല, കുഞ്ഞു പ്രസവിച്ചിട്ട് കുഞ്ഞിന് ശരിക്കും പാല് കൊടുക്കുന്നില്ല, കുഞ്ഞിനെ കെയർ ചെയ്യുന്നില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കുന്നില്ല, അതിന്റെ അമ്മയും മറ്റു ബന്ധുക്കളും ആകെ വിഷമിച്ചിരിക്കാന്ന്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം, പെട്ടെന്ന് തന്നെ പോകാം, വൈകിക്കരുതട്ടോ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവര് ഞാൻ പറയാന്ന് പറഞ്ഞു. എന്നോട് ഇത് സംസാരിച്ച് പിറ്റേ ദിവസം ഇട്ട പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ കുട്ടി സൂയിസൈഡ് ചെയ്തോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ അന്ന് തന്നെ അപ്പൊ തന്നെ പോവാൻ ഞാൻ റെഡി ആയിരുന്നു. പക്ഷെ എന്നെ കൊണ്ടുപോകാൻ നിൽക്കുന്ന മേഡം പറഞ്ഞു ഇന്ന് എനിക്ക് കുറച്ച് അസൗകര്യമുണ്ട്, നമുക്ക് നാളെ പോകാം എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ കേൾക്കുന്ന ന്യൂസ് കുട്ടി സൂയിസൈഡ് ചെയ്തതാണ്. നമുക്ക് അങ്ങനെ എവിടെയെങ്കിലും നമുക്കൊരു ഇടപെടലുകൾ നടത്താനായിട്ട് പറ്റുവാണെങ്കിൽ വൈകിക്കരുത്, എത്രയും പെട്ടെന്ന് അവർക്കത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ചില ആളുകൾ സെൽഫ് ഹാം ചെയ്യുക, മീൻസ് സൂയിസൈഡ് ടെൻഡൻസി. പിന്നെ ചിലർ സ്വയം മുറിവേൽപ്പിച്ച് ആനന്ദിക്കുന്ന ഒരു സൈക്കോ ആ ഒരു രീതിയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. മറ്റുള്ളവരെ വാശിക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹാം ചെയ്യുന്നവര്, വയലന്റ് ആയിട്ട് മറ്റുള്ളവരെ ഹാം ചെയ്യുന്നവരുണ്ട്. കുട്ടികളും അതുപോലെ തന്നെ അഡോളസൻസ്, കൗമാരം ആ ഒരു ഏജിലുള്ളവര്. പിന്നെ ചില കുട്ടികൾക്ക് പാരന്റ്സ് നഷ്ടപ്പെട്ടവരുണ്ടാവും, അല്ലെങ്കിൽ പാരന്റ്സ് സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരുണ്ടാവും, ബ്രോക്കൺ ഫാമിലീസ് അല്ലെ, അച്ഛനും അമ്മയൊക്കെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും. ഇതിൽ ഏറ്റവും കഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അച്ഛനും അമ്മയും, ഞാൻ ഇന്റർവെൻഷൻ നടത്തിയിട്ടുള്ള അഡോൾട്ട്സിൻ ഗ്രൂപ്പിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, പാരന്റ്സ് സെപ്പറേറ്റഡ് ആകും. നെക്സ്റ്റ് അതിന് ഇവർക്ക് ഈ കുഞ്ഞുങ്ങള് മുന്നോട്ടുള്ള ജീവിതത്തിനൊരു തടസ്സം, വേറെ വിവാഹം കഴിക്കും, ഈ അച്ഛനും അമ്മയും വേറെ വിവാഹം കഴിക്കും, കുട്ടികളൊരു ബാധ്യതയാവും. ചിലർക്ക് കരുതില്ല. അവരപ്പോ കുട്ടികളെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ അടുത്തോ ആക്കും. ഓർഫനേജിൽ വരെ ആക്കിയിട്ടുള്ളവരുണ്ട്. ആ കുട്ടികൾ വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും പോകുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ അവര് ചില സമയത്ത് അവർ ഭയങ്കര മൂടിയായിരിക്കും. ചില കുട്ടികൾ മോശമായ പ്രവർത്തനങ്ങളിലേക്കും പോകും. അവര് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. അപ്പൊ ചിലപ്പോൾ ഈ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ അത്രയും സേഫ് ആയിട്ടിടങ്ങില്ല. പലപ്പോഴും എക്സ്പ്ലോയിറ്റേഷൻ കാരണമാകും അവര് അബ്യൂസ് നേരിടേണ്ടതായിട്ട് വരും. പിന്നെ ഹെൽത്ത് കണ്ടീഷൻ മോശമാകുമ്പോൾ അതുവരെയും ഭയങ്കര ആരോഗ്യത്തോടു കൂടി നല്ല ആരോഗ്യത്തോട് ജീവിച്ചിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു അസുഖം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഷോക്കിംഗ് ഇൻസിഡന്റ് കൊണ്ട് മെന്റലി ഡൗൺ ആകുന്നു, അവർക്കൊക്കെ നമ്മൾ PF പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും പ്രായമായ ആളുകൾ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പറയുവാണെങ്കിൽ കേരളം മുഴുവൻ ഇങ്ങനെ വൃദ്ധസദനമായിക്കൊണ്ടിരിക്കുക അല്ലെ. ഒരൊറ്റ പിള്ളേരും കേരളത്തിൽ നിൽക്കുന്നില്ല. എല്ലാം ഒന്നുമില്ലെങ്കിൽ +2 കഴിയുമ്പോൾ, ഡിഗ്രി കഴിയുമ്പോൾ പോകുക വിദേശ രാജ്യങ്ങളിലേക്ക്. മിക്ക വീടുകളിലും കാണുന്നത് ഈ അച്ഛനും അമ്മയും പ്രായമായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. അവര് മാനസിക രോഗികളുമായിക്കൊണ്ടിരിക്കുക, ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുക. ഈ ജോസഫ് അരക്കുട്ടി ജോസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആളുടെ വീടിന്റെ ആ ഒരു ഏരിയയില് വണ്ടി ഓടിക്കാൻ, അതായത് കാർ ഓടിക്കാൻ അറിയാവുന്ന 2 പേരേ ഉള്ളൂ. അതായത് ചെറുപ്പക്കാര് 2 പേരേ ഉള്ളൂ, ജോസഫ് അരക്കുട്ടി ജോസും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും. കാരണം ബാക്കിയുള്ളവരെല്ലാം വിദേശ രാജ്യങ്ങളിലാണ്. അവരുടെ പ്രായത്തിലുള്ള എല്ലാവരും തന്നെ കാനഡയിലും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിലാണ്. എല്ലാവരുടെയും അപ്പനും അമ്മയും വീട്ടിലുണ്ട്, മാതാപിതാക്കള് വീട്ടിലുണ്ട്. പ്രായമാവുമ്പോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് കൊണ്ടുപോകുന്നത് ജോസഫിനെ കുട്ടി ജോസഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ കൂട്ടുകാരനായിരിക്കും. അപ്പൊ ഈ ജോസഫ് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്ന ആളാണല്ലോ. അദ്ദേഹം ക്ലാസ് എടുക്കാൻ പോകുമ്പോ ഈ കൂട്ടുകാരനെ വിളിച്ച് പറയും, എനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, ഞാൻ ഇത്ര മണിക്ക് പോകും, ഇത്ര മണിക്കേ തിരിച്ചു വരുള്ളൂ, വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ട്, നീ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള എല്ലാവരുടെയും ഒരു കണ്ണ് വേണേന്ന് പറഞ്ഞിട്ട്. അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. അപ്പോ അങ്ങനെ ആവുമ്പോ ഈ പാരന്റ്സ് പൊതുവെ അവർക്ക് ജീവിതത്തിനോട് തന്നെ മടുപ്പാകും. കാരണം പേരക്കുട്ടികളെ ലാളിക്കാൻ കിട്ടുന്നില്ല, പേരക്കുട്ടികളെ കാണുന്നില്ല, മക്കളടുക്കില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ ആരുടെയെങ്കിലും സഹായം വേണം. അങ്ങനെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന പ്രായമായവരുണ്ടാവും. അപ്പൊ പിന്നെ ഇനി എന്തിന് ജീവിക്കണം, ആ ഒരു ഡെസ്പെയറിലേക്ക് അവർ പോകും. ഓക്കെ. പ്രഗ്നന്റ് വുമൺ, പ്രഗ്നൻസി ടൈമിൽ ചിലർ വളരെയധികം സ്ട്രെസ്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ആ ഒരു പ്രഗ്നൻസി ടൈമിലാണ് ഹസ്ബൻഡ് മരിക്കുന്നത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും അവരൊക്കെ പോകുന്നത്.
അങ്ങനെ സിവിയർ മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളവര്, പിന്നെ കാഴ്ചയും കേൾവി അതൊക്കെ ഡിഫിക്കൽട്ടീസ് ഉള്ളവര്. ജന്മനുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് യൂസ്ഡ് ആണ്, എന്നാലും അവർക്ക് അതിനെ കുറിച്ച് വിഷമമുണ്ട്. എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാഴ്ചയും കേൾവിയൊക്കെ നഷ്ടപ്പെടുന്നവര് വല്ലാതെ ഡെസ്പായി ഫീൽ ചെയ്യുക. അതുവരെയും നല്ലപോലെ കാണുകയും നല്ലപോലെ കേൾക്കുകയും ചെയ്തവര് ഇനി എനിക്കത് പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ഇനി എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതെന്നുള്ള തോട്ട്സ് വരും. അപ്പൊ അവരെല്ലാം നമ്മള് ടേക്ക് കെയർ ചെയ്യണം. സേഫ് പ്ലേസിലേക്ക് മാറ്റണമെങ്കിൽ സേഫ് പ്ലേസിലേക്ക് മാറ്റണം. അവരെ അബ്യൂസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF മുഴുവനേ പറയുന്നില്ല, അതിലെ മെയിൻ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വായിക്കണം, നല്ലപോലെ വായിക്കാം. സിമ്പിൾ ആണ്, മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പൊ അത് നല്ലൊരു കണ്ടന്റ് തന്നെയാണ്. സമയം കിട്ടുമ്പോൾ വായിച്ചോളൂ. അവർക്ക് മെഡിക്കൽ കെയർ വേണ്ടവർക്ക് മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് സർവീസ് വേണ്ടവർക്ക് മറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലി പേഴ്സണലി ചെയ്യണമെന്നല്ല, അതിന് വേണ്ടുന്ന സപ്പോർട്ട് ഏജൻസീസ്, NGOs, അതോറിറ്റീസ് ഇവരുമായിട്ടൊക്കെ കണക്ട് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഇവർക്ക് അത് കിട്ടുന്നുണ്ടോന്ന് ഫോളോ അപ്പ് ചെയ്യുക. പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ, എന്തെങ്കിലും ഒരു ലഹള, അങ്ങനെ എന്തെങ്കിലും വഴക്കുകൾ, വയലന്റ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകളും കുട്ടികളും അങ്ങനെ പലരും അതിനുള്ള ഇരയായി പോകും. അങ്ങനെയുള്ളവരൊക്കെ നല്ല സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് മാറ്റുക, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക. ഈ മതപരമായ വർഗീയപരമായിട്ടുള്ള ലഹളയൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ള സമയത്ത് സ്ത്രീകളും കുട്ടികളും ഒക്കെ വളരെയധികം അങ്ങനെയുള്ള വയലൻസിന് ഇരയാകും. അവരെ അല്ലാതെ ഉപദ്രവിക്കും. കാരണം അതുപോലെ ബോധമില്ലാതെയാണ് മനുഷ്യർ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെയൊക്കെ പ്രത്യേകം പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് പ്രോബ്ലം ഉള്ളവര്, ഈ മയക്കുമരുന്നൊക്കെ കഴിക്കുന്ന അവര് ഇതുപോലെ ഇത് കിട്ടാതെ വരുമ്പോൾ ലൈഫ് എൻഡ് ചെയ്യാനും സെൽഫ് ഹാം ചെയ്യാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ഒക്കെ നോക്കും. പിന്നെ ചെറിയ കുട്ടികളുടെ അമ്മമാര് പോസ്റ്റ്മോർട്ടം സിൻഡ്രോം എന്നൊരു പ്രശ്നമുണ്ടല്ലേ, പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള അമ്മമാരെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യണം. അവർക്ക് തന്നെ അറിയില്ല എന്താണ് അവർക്ക് സംഭവിച്ചത്. കാരണം അവരുടെ ബോഡിയിൽ ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും. പിന്നെ അതുവരെയും ഒട്ടും അറിയില്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നത്. കുട്ടിയെ നോക്കുക. കുട്ടി എന്തിനാ കരയണേന്ന് മനസ്സിലാവുന്നില്ല. അവരുടെ ബോഡിയിൽ പല ചേഞ്ചസ്, വെയിറ്റ് കൂടുന്നു, അങ്ങനെ പല ചേഞ്ചസ് ഉണ്ട്. ഉറക്കം ശരിയാകാതെ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഡിപ്രഷനിലേക്ക് പോകും. ശരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറയുന്നത്, എന്റെ കാര്യം ഞാൻ പേഴ്സണലി പറയുന്നതാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എതിരഭിപ്രായം ഉണ്ടാകാം, മാതൃത്വം എന്നുള്ളതല്ല, അമ്മയാകുക എന്നുള്ളതല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ മാതൃത്വം നമുക്ക് നമ്മൾ എങ്ങനെയായിരുന്നോ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുക. അല്ലാതെ അമ്മയായി കഴിയുമ്പോൾ നമ്മൾ വേറെ ആരാണ്ടോ ആവണം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പ്രഷർ പുറത്തുനിന്ന് ഉണ്ടാവില്ലേ. നീ അമ്മയാണ് ഇങ്ങനെയാണോ, ഒരു കുഞ്ഞിനെ നോക്കണ്ടല്ലേ, ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. ഒരാള് അമ്മയാകുമ്പോ അയാൾക്ക് കിട്ടേണ്ട സപ്പോർട്ട് ഉണ്ട് മറ്റു ഫാമിലി മെമ്പേഴ്സിന്, ലൈഫ് പാർട്ട്ണറിന്റെ അടുത്ത്, അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണം. അല്ലാതെ അമ്മയാകുന്നത് ഭയങ്കര വലിയ ഒരു ബ്ലെസ്സിങ് ആണ് എന്നുള്ളത് മാത്രമല്ല, അത് ബ്ലെസ്സിങ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്നുള്ള വ്യക്തി ഞാനായി തന്നെ ഇരിക്കാനും പറ്റണം. അമ്മയാവുമ്പോൾ ഞാൻ എന്തായിരുന്നോ അതായി തന്നെ എനിക്ക് ഇരുന്ന് അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. കാരണം ഇത് പറ്റാതെ വരുമ്പോഴാണ് പലപ്പോഴും ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ്മോർട്ടം സിൻഡ്രോം സിവിയർ ആകുന്നതും പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ലേഡീസിനുണ്ടാകും. ചിലപ്പോൾ ഇത് മാറാൻ 3 years ഒക്കെ വരും ചില ആളുകൾക്ക്, അല്ലെങ്കിൽ ചിലർ 1 year. ചിലപ്പോൾ കിട്ടുന്ന, അതായത് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാകില്ല. പിന്നെ ഈ ഡയലോഗൊക്കെ കിട്ടും, ഞാൻ എത്ര എണ്ണത്തിനെ പ്രസവിച്ചതാ, നിനക്ക് എന്താ പ്രശ്നം, ഒരെണ്ണത്തിനെ പ്രസവിച്ചപ്പോ ഇങ്ങനെയാണോ, ഇതൊക്കെയുള്ള ഡയലോഗ്സ് ഒക്കെ വരും. ആ ഒരു കാലഘട്ടമല്ല ഇപ്പൊ ഉള്ളത്. അത് അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ശരിക്കും അതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവുമായിരിക്കും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അതൊന്നും പുറത്ത് പറയാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെടുക, വീട് നഷ്ടപ്പെടുക, ഫാമിലിയെ നഷ്ടപ്പെടുക, ലോസ് ഓഫ് പൊസഷൻസ്, അങ്ങനെ നമുക്ക് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുക. അവരെല്ലാം ഡെസ്പെയറിലേക്ക് പോകാനുള്ള അവസ്ഥ ഉണ്ടാകും. അവരെയെല്ലാം പ്രൊട്ടക്ട് ചെയ്യാം.
പിന്നെ പലപ്പോഴും ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സീൻ കാണുന്നവര്, സീരിയസ്ലി പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കാണുന്നു, നമ്മൾ പോകുന്ന ബസ് ആക്സിഡന്റ് ആവുന്നു, നമ്മുടെ തൊട്ടടുത്തിരുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു മുറിവ് വന്ന് നമ്മുടെ മടിയിലേക്ക് വീഴുന്നു, ആകെ ബ്ലഡ്, നമ്മളാകെ ഞെട്ടിപ്പോയി. അങ്ങനെയുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള സീൻ കാണുന്നു. അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലായി പോകും. അപ്പൊ അവർക്കൊക്കെ PFA ആവശ്യം. പിന്നെ PFAയില് ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നല്ല കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെപ്പോഴും കാമായിട്ടിരിക്കുക, പേഷ്യൻസ് കാണിക്കുക, അവരെ ആക്സെപ്റ്റ് ചെയ്യുക, എംപതറ്റിക് ആയിരിക്കുക, സിറ്റുവേഷൻ മനസ്സിലാക്കുക, അവരെന്താണ് എക്സ്പീരിയൻസ് ചെയ്തെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഒരാളുടെ പ്രശ്നം അയാൾക്ക് അയാളുടെ വേദന, അത് അയാളുടെ വേദന തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. അതാണ് ചില സമയത്ത് ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മുടെ ആശ്വാസ വാക്കുകൾ അരോചകമായിട്ട് തോന്നുന്നു. കാരണം നമ്മൾ ആ രീതിയിലാണ് പറയുക, ഇത്രയേ ഉള്ളൂ, ഇതിൽ വലിയ പ്രശ്നമായിരുന്നു എനിക്കുണ്ടായിരുന്നത്, ഞാൻ അതൊക്കെ വളരെ കൂളായിട്ട് ഫേസ് ചെയ്തു. ഒരിക്കലും അങ്ങനെ പറയരുത്. നമ്മൾ അവരുടെ പ്രശ്നം, അത് അവരുടെ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ചും കുട്ടികള്, ഞാൻ പറഞ്ഞപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ തോന്നുന്നു, ഒരു പെൻസിലിന്റെ മുന ഒടിഞ്ഞു കഴിയുമ്പോ ഭയങ്കര സങ്കട, കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകി വരും. റബ്ബർ ഒടിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കട, കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകി വന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയും. അപ്പൊ നമുക്കറിയാം മനസ്സിൽ നമുക്കതൊരു സില്ലി ആയിട്ട് ചിലപ്പോൾ തോന്നാം. പക്ഷെ നമ്മൾ ആ കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് എംപതറ്റിക് ആയിട്ട് ചിന്തിക്കണം. അവരുടെ വിഷമത്തിലാണ്. നമ്മളത് ചിരിച്ചു തള്ളുവാണെങ്കിൽ പിന്നെ കുട്ടി ഒരു വിഷമം പറയാൻ നമ്മുടെ അടുത്തേക്ക് വരില്ല, എല്ലാം ഹൈഡ് ചെയ്യും. പറഞ്ഞിട്ട് കാര്യമില്ല എന്നതിന് മനസ്സിലായി. ഓക്കെ, എന്താണ് ഡോസ്? നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല? ബി ഹോണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി. നമ്മൾ വളരെ സത്യസന്ധമായിട്ട് വേണം അവരോട് പെരുമാറാൻ. അവർക്കൊരു തോന്നലുണ്ടാവണം, ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാം, എന്റെ വിവരങ്ങളൊന്നും പുറത്ത് ആരോടും പറയില്ല, കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കും. നമ്മൾ ആ ഒരു ഉറപ്പ് അവർക്ക് ആദ്യം തന്നെ കൊടുക്കണം, എന്നാലേ അവർ ഓപ്പൺ അപ്പ് ആവുള്ളൂ. അവർ പറയുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് പല അഭിപ്രായങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പലതുമായിരിക്കും പറയുന്നത്. നമ്മളുടെ അതെല്ലാം നമ്മൾ ഒരു സൈഡിൽ വെക്കണം, ഒന്നും എക്സ്പ്രസീവ് ആയിട്ട് കാണിക്കരുത്. പിന്നെ ആളുകൾക്ക് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. പലപ്പോഴും അവര് തുടക്കത്തിൽ എനിക്ക് ആരുടെ സഹായം വേണ്ട, എനിക്ക് നിങ്ങളുടെ സഹായം ഒന്നും വേണ്ട എന്ന് പറയും. നമ്മൾ വളരെ കാമായിട്ട് പേഷ്യന്റോട് കൂടി അവര് പറയണം, ഇപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട, സാരമില്ല, എപ്പോഴെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കരുത്, അത് തീർച്ചയായും ഞങ്ങളുടെ സഹായം ഉണ്ടാകും. കാരണം ആ ഒരു മൂഡിൽ, ആ ഒരു മനസ്സിന്റെ ബുദ്ധിമുട്ടിൽ ചിലപ്പോൾ അവരങ്ങനെ പറയുന്നതായിരിക്കാം. ആളുടെ കൾച്ചർ, അതായത് ആളുടെ സംസ്കാരം, പ്രായം, ജെൻഡർ, അത് വെച്ചിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആളോട് ബിഹേവ് ചെയ്യുക. അവരുടെ കൾച്ചർ, ഏജ്, ജെൻഡർ വെച്ചിട്ട്. പിന്നെ എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു ശാന്തമായ ഒരു സ്ഥലം കണ്ടുപിടിക്കുക. പുറത്തുനിന്നുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കാം. അതായത് സംസാരിക്കുന്ന വേറൊരു വ്യക്തി കേൾക്കരുത്, ഒരു ഔട്ട്സൈഡർ കേൾക്കരുത്, ആ രീതിയിലുള്ള ഒരു പ്ലേസ് കണ്ടുപിടിക്കാം. പിന്നെ അവരെ റെസ്പെക്ട് ചെയ്യുക. കാരണം അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, റെസ്പെക്ട് ചെയ്യും. പിന്നെ അവരുടെ പ്രൈവസി റെസ്പെക്ട് ചെയ്യുക. അവരുടെ പറഞ്ഞ കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വയ്ക്കുക. ഇനി അതല്ല, നമുക്ക് ഫീൽ ചെയ്യാണ് ഇയാൾക്കൊരു തെറാപ്പിയുടെ ആവശ്യമുണ്ട്, ട്രീറ്റ്മെന്റിന് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് അയാളോട് തന്നെ ഓപ്പൺ ആയിട്ട് പറയാം, ഇങ്ങനൊരു കാര്യം ചെയ്താൽ നന്നായിരിക്കും, അപ്പോ ഞാൻ പ്രൊഫഷണലി എനിക്ക് പറ്റില്ല, അതിന് പറ്റുന്ന പ്രൊഫഷണൽസുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ന് ചോദിക്കുക. ഓക്കെ എന്ന് പറയുവാണെങ്കിൽ മാത്രം നമുക്ക് റെഫർ ചെയ്യാം. പിന്നെ ആ വ്യക്തിയുടെ അടുത്ത് തന്നെ ഇരിക്കുക, പക്ഷെ ഒരു അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഞങ്ങളൊക്കെ ഇങ്ങനെ 4 o'clock ആ ഒരു രീതിയിലാണ് ഇരിക്കാറ്. ഒരു ഇൻബിറ്റ്വീൻ ഒരു ടേബിളോ ഒരു ടീപ്പോയോ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, ഇല്ലെങ്കിൽ അത്രയും തന്നെ ഗ്യാപ്പ് ഇട്ടിട്ടിരിക്കുക. പിന്നെ ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു റൂമിലാണ് ഇരിക്കുന്നത്, ഡോർ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇരിക്കുക. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി
പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ഇമോഷണൽ ബേസ്റ്റ് ഔട്ട് ആവുകയോ വയലന്റ് ആവുകയോ ചെയ്താൽ നമുക്ക് ഡോർ തുറന്ന് പുറത്തു പോയി ഒരു ഹെൽപ്പ് നമുക്ക് എടുക്കാനായിട്ട് പറ്റണം. അതേസമയം ഈ വ്യക്തിയാണ് ഡോറിന്റെ അവിടെ ഇരിക്കുന്നെങ്കിൽ അയാൾ ചിലപ്പോൾ അത് കുറ്റിയിടാം, നമ്മളെ പുറത്തോട്ട് പോകാൻ അനുവദിക്കാതിരിക്കാം, എന്തെങ്കിലും രീതിയിലുള്ള വയലന്റ് ആക്ഷൻസ് ഉണ്ടാകാം, നമ്മളെ ഉപദ്രവിക്കാൻ ഹാം ചെയ്യാനായിട്ട് ശ്രമിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. നല്ല പേഷ്യന്റ് കാം ആയിരിക്കാം. നമുക്ക് ചിലപ്പോ ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത പല കാര്യങ്ങളും അവർ പറയും. വളരെ ക്ഷമയോടുകൂടി കാമായിട്ടേന്ന് കേൾക്കണം. ഇനി എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർക്ക് വേണം എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുവാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി നല്ല അറിവുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ അവരോട് വളരെ ഹോണസ്റ്റ് ആയിട്ട് തന്നെ പറയാം, എനിക്കത് ശരിയായ രീതിയിൽ അറിയില്ല, പക്ഷെ ഞാനത് അന്വേഷിച്ച് കറക്റ്റ് ഇൻഫർമേഷൻസ് കൊണ്ടുവന്ന് തരാം എന്ന് പറയാം. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ടെക്നിക്കൽ ടേംസോ മെഡിക്കൽ ടേംസോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. സിമ്പിൾ ലാംഗ്വേജിൽ അയാൾക്ക് മനസ്സിലാകുന്ന സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവരുടെ ഓരോ ചിലപ്പോ സംസാരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോ കരയാം, ചിലപ്പോ പൊട്ടിച്ചിരിക്കാം, പല രീതിയിലുള്ള ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യാം. അവരുടെ ഫീലിങ്സ് എല്ലാം നമ്മൾ അക്നോളജ് ചെയ്യുക. പിന്നെ ചില സമയത്ത് അവരിങ്ങനെ അവരെ വീട് നഷ്ടപ്പെട്ട കാര്യമോ ആരെങ്കിലും അവരെ വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ച കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ നമ്മളൊന്ന് അക്നോളജ് ചെയ്യുക. എങ്കിൽ ആ വ്യക്തി വിചാരിക്കും, ഞാൻ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി ഇവരെ പറഞ്ഞിട്ട് ഇയാൾക്ക് ഒരു ഭാവവ്യത്യാസമില്ലല്ലോ, കുഞ്ഞു പോലെ ഇരിക്കുവാണല്ലോ, ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു ഫീല് വരും. നമുക്ക് പറയാം, ഐ എം സോറി, ഐ ക്യാൻ ഇമാജിൻ ദിസ് ഇസ് വെരി സാഡ് ഫോർ യു. നമുക്ക് അങ്ങനെ പറയാം, എനിക്കത് മനസ്സിലായി, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാക്കുന്നു, വളരെ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അതെനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ നമുക്ക് പറയാം. ഇതാണ് ഡൂസിൽ വരുന്നത്. പിന്നെ ഡോൺസ്, ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് ആ റിലേഷൻഷിപ്പ്. അയാളെ ഹെൽപ്പ് ചെയ്തതിനായിട്ട് കാശ് ചോദിക്കും അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളിതൊരു സർവീസ് എൻട്രൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഫേവർ ഞാൻ ഇങ്ങനെ ചെയ്തു തരാൻ എനിക്ക് വേറെ ഇത് തരൂ അങ്ങനെ ചോദിക്കാൻ. പിന്നെ ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കരുത്, ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കരുത്. നിങ്ങൾക്ക് ഭയങ്കര കഴിവുണ്ടെന്നുള്ള രീതിയിൽ എക്സാജറേറ്റ് ചെയ്യരുത്. പിന്നെ ഒട്ടും അവരെ പ്രഷറൈസ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യരുത്. പിന്നെ ടച്ച് ചെയ്യാതിരിക്കുക. നമ്മൾ ടച്ച് ചെയ്യുക, അതായത് അവരെ ഫിസിക്കലി ടച്ച് ചെയ്യാതിരിക്കുക. അതേസമയം കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ആകാം. മുതിർന്ന ആളാണ്, നമ്മളുടെ ഓപ്പോസിറ്റ് സെക്സ് ആണെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ല, ടച്ച് ചെയ്യാതിരിക്കുക. പിന്നെ അവര് പറഞ്ഞ കാര്യങ്ങള്, അവർ ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ പറയാ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങള് ലക്കിയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതിയിലൊന്നും പ്രവർത്തിക്കുക. ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, വണ്ടി ഓടിച്ചിരുന്ന ആള് മാത്രം രക്ഷപ്പെട്ടു, ബാക്കി കൂടെ ഉണ്ടായിരുന്ന 5 പേര് മരിച്ചു. അയാള് വല്ലാത്ത മാനസികാവസ്ഥയിലായിരിക്കും. അയാൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് ഞാനും കൂടെ അങ്ങ് മരിച്ചു പോവാമായിരുന്നു എന്നായിരിക്കും അയാൾ ചിന്തിക്കുക. അയാളുടെ അടുത്തിട്ട് ഭാഗ്യം നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വല്ലാത്തൊരവസ്ഥയിലൂടെ അയാൾ കടന്നു പോകും. അങ്ങനെയുള്ള രീതിയിലുള്ള കമന്റ്സ് ഒന്നും പറയരുത്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയരുത്. പിന്നെ ടെക്നിക്കലായിട്ടുള്ള ടേംസ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അവരോട് വേറെ ആളുടെ കഥ പറയാതിരിക്കുക. അപ്പൊ അവർക്ക് തോന്നും അങ്ങനെയാകുമ്പോ ഞാൻ പറഞ്ഞ കാര്യം ഇയാള് ചെന്ന് വേറൊരാളോട് പറയുമല്ലോ എന്ന് തോന്നും. നമ്മളുടെ പ്രശ്നങ്ങൾ പറയാതിരിക്കും. ഇതിലും വലിയ പ്രശ്നത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, ഇതൊക്കെ നിസ്സാരം, അങ്ങനെ പറയരുത്. പിന്നെ അയാളുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുകയോ പറയുകയോ ചെയ്യരുത്. പിന്നെ ചിലപ്പോൾ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ഇതുപോലുള്ളൊരു വിഷമകരമായ ഒരു അവസ്ഥ വന്നപ്പോൾ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ നമ്മള് അയാൾക്ക് വേണ്ടി ഫുൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മളെ അങ്ങ് ഫുള്ളി ഡിപ്പെൻഡന്റ് ആകുന്ന രീതിയിലേക്ക് ആക്കരുത്.
അയാളെ കൊണ്ട് അയാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, പറ്റുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇങ്ങനെ നമ്മള് ചെയ്യാൻ പാടുന്നതും പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. ഞാനൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു. ഒരു പള്ളിയിലെ ഫാദർ ആയിട്ട് വളരെ നല്ല കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കാര്യം ആയിരുന്നോ? ഇല്ല മാം. ഓക്കെ, ഞാനൊരു സൂയിസൈഡ് പ്രിവെൻഷൻ സെന്ററിൽ ഇങ്ങനെ വോളണ്ടിയർ ആയിട്ട് കുറച്ചു കാലം സെർവ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സൂയിസൈഡ് പ്രിവെൻഷൻ സെന്ററിൽ ലോകത്ത് പലയിടങ്ങളിൽ ഉണ്ടാകാനുണ്ടായ ഒരു സാഹചര്യമായിരുന്നു കേട്ടോ. യൂറോപ്യൻ കൺട്രിയിലാണ്. അവിടെ ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ചർച്ചില്. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. കാരണം അതുപോലെ അദ്ദേഹം വളരെ നന്മയുള്ള ഒരു മനുഷ്യനായിരുന്നു. എല്ലാവരുടെയും കാര്യങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടുന്നവരുണ്ട്. അപ്പൊ ആ പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ഫാമിലിയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് പാരന്റ്സ് ഇല്ല. പെൺകുട്ടി ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയോ റിലേറ്റീവ്സിന്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇവള് വന്ന് ഷെയർ ചെയ്യുന്നത് ഈ പള്ളിയിലെ അച്ഛനാണ്. അതായത് ചോട്ടിയാണ്, ഒരു 9 വയസ്സ് 10 വയസ്സ് ആ ഒരു ഇത്. അപ്പൊ ഇങ്ങനെ നടന്ന കാര്യകഥയാണ് കേട്ടോ. ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് എല്ലാം വളരെ സിമ്പിൾ കാര്യങ്ങളാ പറയുന്നത്. പക്ഷെ അച്ഛൻ വളരെ ക്ഷമയോടുകൂടി അവളെ ഇങ്ങനെ കേട്ടിരിക്കും, അവളോട് സംസാരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. നമുക്ക് ഭയങ്കര കാര്യമായിരുന്നു ഈ ഫാദറിനെ. അങ്ങനെ ഒരു ദിവസം ഇവള് സൺഡേ ആയിരുന്നു. ഇവള് വളരെ ടെൻഷൻ അടിച്ച് ഓടി വരുവാണ് ഈ ഫാദറിന്റെ അടുത്ത്. എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് പേടിച്ച് ടെൻഷൻ പിടിച്ച് വരിക. അപ്പോ ഫാദർ കുർബാനയുടെ സമയമായി, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പള്ളിയിലേക്ക് പോവാനായിട്ട് റെഡി ആവുമായിരുന്നു. ഫാദർ പറയും, ഞാൻ കുർബാന കഴിഞ്ഞ് വരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. കാരണം നമ്മൾ ആസ് യൂഷ്വൽ എന്തോ ഒരു സില്ലി കാര്യം പറയാനാണെന്നാണ് അച്ഛൻ കരുതിയത്. അങ്ങനെ ഭയങ്കരമായി നിർബന്ധിക്കും. പക്ഷെ ഫാദർ സമ്മതിക്കില്ല. കാരണം ഇത്രയും ആളുകള്, അദ്ദേഹത്തിന് പ്രയറിന്റെ സമയം അത് തെറ്റിപ്പോവല്ലോ എന്ന് ഓർത്തിട്ട് ഇവളെന്തോ കുട്ടിക്കഥ പറയാമെന്നുള്ള ധാരണയില് ഫാദർ പറയും, ഞാൻ വന്നിട്ട് നിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ധൃതി പിടിച്ച് വേഗം തന്നെ പള്ളിയിലേക്ക് പോകും കുർബാനയ്ക്ക് ആയിട്ട്. അങ്ങനെ അദ്ദേഹം കുർബാന കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ കേൾക്കുന്ന വാർത്ത, ഈ കുട്ടി ഹാങ് ചെയ്ത് സൂയിസൈഡ് ചെയ്തു. അവള് ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛന്, എനിക്ക് ഒരു മാരക അസുഖം പിടിപെട്ടു, ഞാൻ മരിച്ചു പോകും, പറയാനാണ് ഞാൻ വന്നത്, എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവള് സൂയിസൈഡ് ചെയ്യാണ്. ആക്ച്വലി സംഭവിച്ചത് അവള് ആദ്യമായിട്ട് പീരിയഡ്സ് ആവുക. കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പാരന്റ്സ് ഇല്ലാലോ. ഗ്രാൻഡ് പാരന്റ്സ് അവൾക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു കാണില്ല. എല്ലാം ഈ അച്ഛനോടാണല്ലോ പറയുന്നത്. ഇവളുടെ കാലിന്റെ ഇടയിലൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്ന കണ്ടപ്പോ ഇവള് വിചാരിക്കുന്നത് ബ്ലഡ് ഒഴുകുന്ന പൊതുവെ അപകടമാണല്ലോ. ഇവളുടെ ധാരണ അവൾക്ക് എന്തോ ഒരു മാരക അസുഖം പിടിപെട്ടു, ബ്ലഡ് നിൽക്കുന്നില്ല, അവളിപ്പോ തന്നെ മരിച്ചു പോകും. അപ്പൊ അത് പറയാൻ വേണ്ടി ഇവൾ ഓടുവാണ്, ഫാദറിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. പക്ഷെ ഫാദർ അവളെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ പ്രെയർ ടൈം തെറ്റിപ്പോകണ്ടല്ലോ എന്ന് കരുതി സാധാരണ പോലെ അവൾ എന്തോ കുഞ്ഞു കാര്യം പറയാൻ വന്നതാണെന്ന് വിചാരിച്ച് അദ്ദേഹം അവളോട് പ്രെയർ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര വിഷമവും. കാരണം ഞാൻ ഒരു നിമിഷം ആ കുട്ടിയെ കേട്ടിരുന്നെങ്കിൽ അവൾ ഇന്ന് ജീവിച്ചിരുന്നേനെ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് തോന്നുവാണ്. അദ്ദേഹം മനസ്സിലാക്കുകയാണ്, അങ്ങനെ നമ്മള് കേൾക്കാതെ പോകുമ്പോ എത്രയോ ജീവൻ ഇങ്ങനെ ഇല്ലാണ്ടാവണം. അവർക്ക് വേണ്ടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അവരെ നല്ലപോലെ കേൾക്കാൻ, എംപതറ്റിക് ആയിട്ട് കേൾക്കാനുള്ള രീതിയിൽ എന്തെങ്കിലും തുടങ്ങണം എന്ന് കരുതി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ബി ഫ്രണ്ടിങ് സെന്റർ. അങ്ങനെ നമ്മുടെ ലോകത്തിന്റെ ഭാഗങ്ങളിൽ, ഇന്ത്യയില്, അങ്ങനെ നമ്മുടെ കേരളത്തില് കോഴിക്കോടുണ്ട്, പറവൂരുണ്ട്, കലൂരുണ്ട്, എറണാകുളത്ത് 2 എണ്ണമാണ്. അതായത് കലൂരും പറവൂരും. പിന്നെ തൊടുപുഴയുണ്ട്, പാലായിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. പല പല പേരുകളിലാണേ ഉള്ളൂ. പറവൂരുള്ളത് പ്രതീക്ഷ, കലൂരുള്ളത് മൈത്രി, കോഴിക്കോടുള്ളത് തണൽ, ട്രിവാൻഡ്രത്തുള്ളത് സഞ്ജീവനി, പിന്നെ പാലായിലുള്ളത് മനസ്സ്, തൊടുപുഴയിലുള്ളത് നിങ്ങളുടെ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ടൈം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ക്വാളിറ്റി ടൈം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കും. അതിന് മനസ്സുള്ളവർ വരണമല്ലോ. ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്തു. ക്ലാസ്സിന്റെ ടൈമും ആ ടൈമും കൂടെ എനിക്ക് മാറ്റാൻ ഒട്ടും കറക്റ്റ് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാനിപ്പോ ആക്റ്റീവ് വോളണ്ടിയർ അല്ല, എന്നാലും അടുത്ത വോളണ്ടിയർ തന്നെയാണ്.
അപ്പൊ അങ്ങനെ ആണ് ഈ ഒരു ബീഫ്രണ്ടിങ് സെന്റർ തുടങ്ങിയത്. അവിടെ ഇത് തന്നെയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ നമുക്കറിയാം ഈ മിക്ക സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്കും ഓരോ ക്യാബിനറ്റ്സ് കാണും അല്ലെ. അവരുടെ സാധനങ്ങളെല്ലാം വയ്ക്കാം, ഡ്രസ്സ് വയ്ക്കാം, ബുക്സ് വയ്ക്കാം, ബോളോ എന്താന്ന് വെച്ചാൽ സാധനങ്ങൾ വയ്ക്കാൻ പറ്റുന്ന അവനവന്റെ സാധനങ്ങൾ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ക്യാബിനറ്റ്സ് ഉണ്ടാവും. ഒരു ദിവസം 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു ബോയ് ആ ക്യാബിനിൽ നിന്നും എല്ലാ സാധനങ്ങളും എടുക്കുവാണ്. ബുക്സും ഡ്രസ്സും അവന് എന്തൊക്കെ ബിലോങ്ങിങ്സ് അതിനകത്തുണ്ടായിരുന്നോ അതെല്ലാം എടുത്ത് അത് ക്ലിയർ ചെയ്യാണ്. അവന്റെ ഈ കൊച്ചു കൈകൾക്ക് ഇതെല്ലാം കൂടെ താങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അവനിങ്ങനെ പിടിച്ചുകൊണ്ട് പോയപ്പോ ഇവന്റെ കയ്യിൽ നിന്ന് കുറെ സാധനങ്ങൾ താഴെ വീണു. ഇവന്റെ ഓപ്പോസിറ്റ് അവന്റെ ഒരു സീനിയർ ഒരു ബോയ് വരുന്നുണ്ടായിരുന്നു. പരിചയമില്ല, തമ്മിൽ പരിചയമില്ല. അവൻ ഇത് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അവനോട് ചോദിച്ചു, നീ ഇതൊക്കെ എന്തിനാ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇതെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞു. എങ്ങനെയാ വീട്ടിൽ പോകുന്നതെന്ന് ചോദിച്ചപ്പോ നടന്നു പോവാണെന്ന് 10 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവനെല്ലാം കൂടെ നിനക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, ഞാനും കൂടെ വരാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇതെല്ലാം കൂടെ ക്യാരി ചെയ്ത് ഇവന്റെ വീട്ടിലേക്ക് നടക്കാണ്. പോകുന്ന വഴിയിൽ ഇവര് സംസാരിച്ച് ഒരു ഭയങ്കര കൂട്ടാവും, നല്ല ഫ്രണ്ട്സ് ആവും. ജൂനിയറും സീനിയറും ആണ്, പക്ഷെ നല്ല ഫ്രണ്ട്സ് ആവും. ആ ബന്ധം നല്ല സ്ട്രോങ് ആയി വളരെ വർഷങ്ങളോളം അവര് ജീവിതകാലം മുഴുവൻ നല്ല സുഹൃത്തുക്കളാണ്. ഈ കൊച്ചുകുട്ടി, അതായത് നമ്മുടെ ജൂനിയർ കുട്ടി കുറെ കാലം കഴിഞ്ഞപ്പോ നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ട് മാറി. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ എന്റെ സാറിനെ പോലെ തന്നെ മരിക്കണം എന്ന് വിചാരിച്ച സാറാണല്ലോ ഇപ്പൊ ഒരു ട്രെയിനറും മോട്ടിവേഷണൽ സ്പീക്കറും ആയത്. ഈ കൊച്ചുകുട്ടി നല്ലപോലെ എല്ലായിടങ്ങളിലും പോയി ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു നല്ലൊരു ട്രെയിനറും മോട്ടിവേഷണൽ സ്പീക്കറും. അപ്പൊ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറയുവാണ് അന്നത്തെ ആ ഇൻസിഡന്റ്, സ്കൂളിലെ അവന്റെ ബിലോങ്ങിങ്സ് എല്ലാം ആ ക്യാബിനറ്റിൽ നിന്ന് എടുക്കുന്നതും അവനൊരു സുഹൃത്തിനെ കിട്ടുന്നതും. ആക്ച്വലി അവൻ ആ ബിലോങ്ങിങ്സ് എല്ലാം എടുക്കാൻ കാരണം പിറ്റേ ദിവസം തുടങ്ങി അവൻ സ്കൂളിൽ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവന്റെ ക്യാബിനിൽ നിന്നെല്ലാം മാറ്റുവാണെങ്കിൽ വേറൊരു കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അവൻ സൂയിസൈഡ് ചെയ്യാൻ ഡിസിഷൻ എടുത്തേക്കുക. സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് സൂയിസൈഡ് ചെയ്യാം, ഇതാണ് അവന്റെ ഉദ്ദേശം. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായാലോ. അങ്ങനെ എല്ലാം ഒഴിവാക്കി വീട്ടിൽ പോയി മരിക്കാൻ തയ്യാറായിട്ടാണ് അന്നത്തെ ദിവസം ആ കുട്ടി സ്കൂളിലേക്ക് വരുന്നത്. കാരണം അവനിത് പറയാനോ ഒന്നും ആരുമില്ല. അവൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കാനുള്ള കാരണം അവന്റെ വീട്ടിലെ അന്തരീക്ഷം. അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാം, അവന് ഒരു സമാധാനവും സന്തോഷവും ആ വീട്ടിലില്ല. അതുകൊണ്ടാണ് അവൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ അവിടെ വെച്ചിട്ട് ആ സീനിയറിനെ കണ്ടുമുട്ടുന്നു. അവര് തമ്മിൽ ആ 10 മിനിറ്റ് നടക്കുന്ന വഴിയില് നല്ല പോലെ സംസാരിക്കുന്നു, വളരെ കൂട്ടാവുന്നു. അപ്പൊ അവനൊരു സുഹൃത്തിനെ കിട്ടി. അപ്പൊ അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി ഞാൻ എന്തിനെ സൂയിസൈഡ് ചെയ്യണം, എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടിയാലോ, ഇനി ഞാൻ എന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ അവൻ മരിക്കണം, ആ സൂയിസൈഡ് ചെയ്യണം എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് മാറ്റിവെക്കുന്നു. ഈ സുഹൃത്തിനോടൊപ്പം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. കാരണം അപ്പോഴും അവന് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അവനത് മാനേജ് ചെയ്യാൻ പറ്റുന്നു. പറ്റിയത് അവൻ ഒറ്റയ്ക്കായിരുന്നു. അവനൊരു കൂട്ടുള്ളത് കാരണം അവന് വളരെ കംഫർട്ടബിൾ ആണ്, വളരെ സേഫ്, കാം, സെക്യൂർ ഫീൽ ആണ് അവൻ ആ സുഹൃത്തിനോട്. നോക്കൂ, ആ ഒരു കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു മാറ്റം. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഒരു ഭാഗ്യം. ആർക്കും സമയമില്ലല്ലോ അല്ലെ, കേൾക്കാൻ സമയമില്ല. ഈവൻ സ്റ്റാറ്റസ് ഇട്ടത് പലരും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു മിസ് കോൾ വന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വിളിക്കും, നമ്മുടെ ഫ്രണ്ട്സിന്റെയോ വീട്ടിൽ നിന്നോ ആരുടെയെങ്കിലും. എന്തെങ്കിലും പ്രശ്നമാണോ, എന്താ വേണ്ടേ. ഇപ്പൊ മിസ് കോൾ അറിയാതെ കോൾ വന്നാൽ നമ്മൾ സ്വയം അങ്ങ് പറയും, അവരെ വിളിക്കുകയില്ല. നിങ്ങൾ ദിവസവും വിചാരിക്കും, ഒരാളെ നമ്മുടെ വളരെ ക്ലോസ് ആയിരുന്ന സ്കൂളിലെ ഒരു ഫ്രണ്ടിനെയോ അല്ലാതെ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ള ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒരാളെ ഒന്ന് വിളിച്ച് നല്ലതായിട്ട് സംസാരിക്കാം. ദിവസവും അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ എന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ഡു. ഏറ്റവും ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണ് ക്വാളിറ്റി ടൈം. ഒരാളോട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരാളെ കേൾക്കുക എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റില്ല.
നമ്മൾ കഴിഞ്ഞിട്ടില്ല PF, കാരണം എനിക്കിത് ഓടിച്ച് ക്ലാസ് എടുക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കാണ്. ഒന്നും എനിക്ക് അങ്ങനെ ഓടിച്ചിട്ട് എടുക്കാൻ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഥകൾ പറയണത്. തോന്നുന്നുണ്ടാവും ഞാൻ വാരി വലിച്ച് ഏതാണ്ടൊക്കെ പറയണമെന്ന്. ഓക്കെ, സംഭവം എവിടെയെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ താങ്ക് യു സോ മച്ച്. മോശമായ എൻ്റെ ശബ്ദം കേട്ടോണ്ടിരുന്നതിന്. ഓക്കെ, ഞാൻ ഉണ്ടാവില്ല ഫ്രൈഡേ ക്ലാസ്. ഇന്ന് ആരുടെ ക്ലാസ് ആയിരുന്നു? ഓക്കെ, അപ്പൊ മിസ് എടുക്കട്ടോ. കാരണം എനിക്ക് മോളെ കൊണ്ടൊന്ന് ബാംഗ്ലൂർ പോകണം. അവൾക്ക് എക്സാം ഉണ്ട്. ബാംഗ്ലൂരാണ് സെന്റർ കിട്ടിയത്, കൊച്ചിയിലില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. സൈൻ ഔട്ട് ഉണ്ടോ? Ma'am, sign out. Good afternoon, everyone. I would like to extend our heartfelt gratitude to Jisha ma'am. Your time, effort, and insight made this truly valuable for all of us. We appreciate your support and look forward to learning more from you. Thank you once again. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. മിസ്സിന് എത്ര ദിവസമായിട്ട് വരട്ടെ. താങ്ക് യു. എന്നെ ഒറ്റതാ മിസ്. എന്ത് പറ്റിയതെന്നറിയില്ല ഐശ്വര്യ. ഞാൻ പാലക്കാട് നിന്ന് പോയിരുന്നു ചേച്ചിയുടെ അടുത്ത്. ഓക്കെ. ഭയങ്കര ചൂടായിരുന്നു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് AC വണ്ടിയിൽ AC ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ വന്ന് നേരെ ചൂടിലേക്കല്ല ഇറങ്ങണതാണ്. അപ്പൊ ശരിക്കും ആ ചൂടിന്റെ ബുദ്ധിമുട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഭാഗത്തും ഇരുന്നാലും നമുക്ക് സമാധാനം കിട്ടില്ല, അത്രയ്ക്ക് ചൂട്. പിന്നെ രാത്രി കിടക്കാൻ നേരത്തെ AC ഇട്ടല്ലേ കിടന്നത്, കണ്ടിന്യൂസ് അതിന്റെ യൂസ് ചെയ്തതിന്റെ ആയിരിക്കാം. പിന്നെ വേർപ്പും ഒക്കെ കൂടെ ആയപ്പോഴേക്കും ചുമ തുടങ്ങി. ചുമ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ശബ്ദം പോയി. ചൂട് എങ്ങനെയുണ്ട്? ഇപ്പൊ ഞാൻ പറവൂരാണല്ലോ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി ഇവിടെ അത്രയും ഇല്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീടിന്റെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ സമാധാനം കിട്ടും. അവിടെ ഒരു രക്ഷയില്ല. അവിടെ ഈ അടിയില്, ഭൂമിക്ക് അടിയില് പാറയാണല്ലോ കൂടുതല്. ഈ പാറ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. ചൂടാവുമ്പോ അതിന്റെ എഫക്റ്റ് ആണ് ഭയങ്കര ചൂട്. മിസ് ആശുപത്രി പോയോ? ഞാന് സാറ്റർഡേ ആണ് ഡോക്ടറെ കാണാനായിട്ട് പോയത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചെന്നപ്പോ ബുക്ക് ചെയ്തില്ലായിരുന്നു. ചെന്നപ്പോ എനിക്ക് ഒത്തിരി ബാക്കിലുള്ള നമ്പർ കിട്ടിയത്. അന്ന് തന്നെ ഒരു ബാച്ചിന് റിവിഷൻ ക്ലാസ് കൊടുക്കണമായിരുന്നു. ഞാൻ എത്തില്ല. എക്സാം ആയിരുന്നു അവർക്ക്. മൺഡേ എക്സാം, ഇന്ന് എക്സാം ഉള്ള ഒരു ബാച്ചാണേ. സാറ്റർഡേ കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറൊരു ദിവസം ഇല്ലല്ലോ, മൺഡേ എക്സാം അല്ലേ. അതാണ് ഞാൻ പിന്നെ ഡോക്ടറെ കാണാതെ തിരിച്ചു പോകുന്നു. ഇന്ന് പോകുന്നുണ്ട്. സൺഡേ. എത്രയും വേഗം പോയി കാണിച്ചു മാഡം. താങ്ക് യു, താങ്ക് യു. ബൈ. വേഗം സുഖമാകട്ടെ. ടാറ്റാ. മിസ്സിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയോ? എന്താ പറയാലോ, നിങ്ങളുടെ അച്ഛനെ അറിയാലോ, എല്ലാവർക്കും അറിയാൻ തോന്നുന്നല്ലോ. ഞാൻ മെസ്സേജ് കണ്ടില്ല കേട്ടോ. ടൈപ്പ് ഇട്ടാലും മതി. വേഗം എഴുതിയെടുത്തു, കാരണം ക്ലാസ് ലീവ് ആവുമ്പോഴേക്കും അതങ്ങ് പോകും മെസ്സേജ്. ഓക്കെ ബൈ. താങ്ക് യു മിസ്.